അപ്പോൾ നമ്മളുടെ സാനിയ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ കൂട്ടവ്യാജ വോട്ട് ചേർക്കൽ നടത്തിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. കളക്ടർ ബൂത്ത് ലെവൽ ഓഫീസറോട് പ്രതികരണം തേടിയെന്ന വാർത്തയാണ് സാനിയ മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്. 176 ബൂത്ത് ലെവൽ ഓഫീസർ ഷീബയോട് നേരിട്ട് ഹാജരാകാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ TVയുടെ വാർത്തയുടെ ഇമ്പാക്ട് ആണ്. നമുക്കൊപ്പം സാനിയ മനോമി ചേരുന്നു. സാനിയോ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അങ്ങനെ നമ്മളുടെ ആ വാർത്തയ്ക്ക് ആദ്യഘട്ടത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. ആ ഇമ്പാക്ട് ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസറെ വിളിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. എന്താണ് കൂടുതൽ വിവരങ്ങൾ സാനിയോ? അരുൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അതായത് BLO ഷീബയെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വിളിച്ചിരിക്കുന്നത്. 176 ബൂത്തിലെ BLO ആണ് ഇവരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കൊടുമ്പ് പഞ്ചായത്തിൽ നിന്ന് വ്യാപകമായി ആളുകൾ കണ്ണാടി പഞ്ചായത്തിലേക്ക് വോട്ട് മാറ്റി ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. താമസിക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തിൽ തന്നെയും, എന്നാൽ വോട്ടൊക്കെ കണ്ണാടി പഞ്ചായത്തിലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ അന്വേഷണത്തിൽ തന്നെ അത് കണ്ടെത്തിയതുമാണ്. കൊടുമ്പ് പഞ്ചായത്തിൽ താമസിക്കവേ കണ്ണാടി പഞ്ചായത്ത് പാലക്കാട് മണ്ഡലത്തിലാണ്, കൊടുമ്പ് പഞ്ചായത്ത് മലമ്പുഴ മണ്ഡലത്തിലാണ്. അപ്പോൾ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മലമ്പുഴ മണ്ഡലത്തിൽ വ്യാപകമായി പാലക്കാടേക്ക് വോട്ട് ചേർക്കുന്നു എന്നായിരുന്നു. ആ വാർത്തയിലാണ് കളക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിനെ ചേർത്തിരിക്കുന്ന ഒരു BLO ആണ് 176 ബൂത്തിലെ BLO എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കളക്ടർ ഇപ്പോൾ അവരെ വിളിച്ച് നേരിട്ട് ഹാജരാകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ബൂത്ത് ലെവൽ ഓഫീസർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം, ഇപ്പോൾ ഫോണിലും മറ്റും നൽകിയിരിക്കുന്ന ഒരു വിശദീകരണമായി നമുക്ക് അറിയാൻ കഴിയുന്നത് കണ്ണാടി പഞ്ചായത്തിൽ കൊടുമ്പ് പഞ്ചായത്തിൽ താമസിക്കുന്ന, അതായത് മലമ്പുഴ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നവർ സത്യവാങ്മൂലം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ കണ്ണാടിയിലേക്ക് വോട്ട് മാറ്റാൻ, അതായത് പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റാൻ സമ്മതിച്ചത് എന്നൊരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നതായി നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി നൽകിയ വിശദീകരണമല്ല. ഏതായാലും ജില്ലാ കളക്ടറോട് ഈ കാര്യങ്ങളടക്കം വിശദീകരിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊടുമ്പ് പഞ്ചായത്തിൽ താമസിക്കുന്നവർ അവിടെ തന്നെ വോട്ട് ചെയ്യണം, അല്ലാതെ അവരവരുടെ ഇഷ്ടപ്രകാരം കണ്ണാടിയിലേക്ക് വോട്ട് മാറ്റാൻ കഴിയില്ല. താമസം മാറ്റിയാൽ മാത്രമേ കണ്ണാടിയിലേക്ക് വോട്ട് മാറ്റാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇക്കാര്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരെ മീറ്റ് ചെയ്തതിന് ശേഷം നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ, അത്തരം വിവരങ്ങളൊക്കെ 10 മണിക്ക് ശേഷം നമുക്ക് പുറത്തെത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും കളക്ടർ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും കളക്ടർ നടപടി എടുക്കേണ്ടതാണ്. കാരണം നമ്മൾ രേഖാമൂലം തെളിവ് സഹിതമാണ് റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്തയിന്മേലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. 176 നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ ഷീബയോട് നേരിട്ട് ഹാജരാകാൻ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വീട്ടു നമ്പറും മേൽവിലാസവും ഇല്ലാതെ ഈ വോട്ടർ പട്ടികയിൽ ആൾക്കാരുടെ പേര് ചേർക്കുകയാണത്രേ. എന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ എന്താ വെള്ളരിക്കപ്പെട്ടടോ. അപ്പോൾ നമ്മളുടെ